റിയാലിറ്റി വണ്ടി പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കുന്നതാണ് ചില ഹോം ഡെക്കോർ ഐറ്റംസുകളൊക്കെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് കിട്ടുക, അത് എവിടെ നിന്ന് കിട്ടും, എത്ര പ്രൈസ് വരും, കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിൽ തന്നെ ഏറ്റവും വലിയ ഡെക്കോർ ഐറ്റംസിൻ്റെ കളക്ഷൻ സ്റ്റോക്കൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ. നെസ്റ്റ്യോ എന്നാണ് പേര് വരുന്നത്. എല്ലാ ഡെക്കോർ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 200 രൂപ മുതൽ തൊട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. വാൾ ഡെക്കോർ ഐറ്റംസ്, മെറ്റൽ ആർട്ടുകൾ, ക്ലോക്കുകൾ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, പോട്ട് തുടങ്ങിയ എല്ലാവിധ ഡെക്കോർ ഐറ്റംസിൻ്റെയും കളക്ഷൻസും അത് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഏകദേശം ഈ ഒരു ഏരിയ മൊത്തം 2000 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ഡെക്കോർ ഐറ്റംസ് ആണല്ലേ. നമുക്ക് ഓരോന്നായിട്ട് തന്നെ പരിചയപ്പെടാം. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്? നമ്മളൊരു കുടിയിരിക്കല് ഹോം വാമിംഗ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഹോം ഡെക്കർ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വാൾ ഫ്രെയിമുകൾ തുടങ്ങിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ, പിന്നെ മെറ്റൽ ആർട്ടുകൾ, അതിൽ തന്നെ വെറൈറ്റീസ് ഒരുപാട് ഐറ്റംസുകൾ വരുന്നത്, ഗിഫ്റ്റ് ഐറ്റംസുകൾ അങ്ങനെ വരുന്നുണ്ട്. ക്ലോക്കുകൾ, പിന്നെ അതിൽ തന്നെ നമുക്ക് പിന്നെ ആൻറ്റിക് ടച്ചുകളുള്ള ഒരുപാട് ക്ലോക്കുകൾ, അതിൽ തന്നെ മിറേഴ്സുകൾ, അങ്ങനെ പോട്ടുകളായിട്ട് ചെറിയ പോട്ടുകൾ തുടങ്ങിയിട്ട് വലിയ പോട്ടുകൾ വരെയുള്ള എല്ലാവിധ ഐറ്റംസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രെയിമിന്റെ സെക്ഷൻ തന്നെ നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഫ്രെയിമിന്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ അതിന്റെ ഒരു ഡിസ്പ്ലേന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു അത്യാവശ്യം നല്ല ഡിസൈനിൽ ഓരോന്ന് ഇത് ലാമിനേഷൻ അല്ല ചെയ്തിട്ടുള്ളത്? ലാമിനേഷനിലാണ് വരുന്നത്. ലാമിനേഷനിലാണ് കൂടുതലായിട്ട് നമ്മൾ വരുന്നത്. നമുക്ക് തന്നെ നനയ്ക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെ തുടക്കുന്നതിനൊന്നും നമുക്ക് പ്രയാസങ്ങളൊന്നും ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? നമുക്ക് ഫ്രെയിമുകളിലെ സ്റ്റാർട്ടിംഗിൽ വരുന്നത് നമുക്ക് ഒരു 200 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ ഒരു 5000, 6000, പിന്നെ സൈസ് അനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതെ, ഇതൊക്കെ നോക്ക് നല്ല അടിപൊളി മോഡൽസ് ആണ് കേട്ടോ. അതെ അതെ, സാധാരണ നമ്മൾ ഹൗസ് വാമിന്റെ സമയത്ത് എല്ലാ ആളുകളും ചോദിക്കുന്നതാണ് ഈ ഒരു കളറിൽ ഇത് എവിടെ നിന്ന് കിട്ടും, നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതെ, നമുക്ക് അതുകൂടി നമുക്ക് പറയാനുണ്ട്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന സൈസിലേക്കാണെങ്കിലും നിങ്ങൾ പറയുന്ന പെയിന്റിങ്സ് ആണെങ്കിലും അതിപ്പോ പിക്ചേഴ്സ് ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെങ്ങനെ റേറ്റ് വരും? ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് റേറ്റ് അത് നമ്മൾ സൈസ് അനുസരിച്ച് അതിൽ കൂടുതലായിട്ട് അതിലിപ്പം പറയുന്ന പോലെ 200 മുതൽ വരുന്ന റേഞ്ചിൽ തന്നെയാണ് അതിലും റേഞ്ചുകൾ വരുന്നത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ പറയുന്ന ഫ്രെയിമില് കളറിന്റെ ഫ്രെയിമിന്റെ കനത്തില് ഒക്കെ വ്യത്യാസം വരും. അതുപോലെ സൈസിലൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ വരും. അത് മാക്സിമം നമുക്ക് ചെയ്തു തരാൻ പറ്റും. നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ് ഈ ഒരു കാണുന്നതൊക്കെ. നമ്മൾ ലിവിങ് സ്പേസിലൊക്കെ സോഫാസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അധികമൊക്കെ മാച്ച് ആവുന്ന രൂപത്തിലുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ, അതും സൈസിലാണെങ്കിലും കളർ ഡിഫറൻസിലും ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട്. വ്യത്യസ്തമായ മോഡൽസിലാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫ്രെയിംസും കാര്യങ്ങളാണ്.
ഫ്രെയിം അല്ലാതെ കാലിഗ്രഫി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ കാലിഗ്രഫി വരുന്നുണ്ട്, അറബിക്കിൽ കുറെ ഐറ്റംസുകൾ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സൈസിൽ തന്നെ പല വ്യത്യാസങ്ങൾ. ഇപ്പൊ നമുക്ക് 3 പീസ് ഐറ്റംസുകൾ, 2 പീസ് ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ സ്റ്റെയറുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ സൈസിൽ ചെറിയ സൈസുകളിൽ കോംബോ ആയിട്ട് വരുന്നത് 3 പീസ് കോംബോ, 2 പീസ് കോംബോകൾ, അതിൽ തന്നെ വളരെ സൈസിൽ വ്യത്യാസം, പല സൈസിൽ വ്യത്യാസം വരുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ സെറ്റിൽ വരുന്ന ഫ്രെയിം അല്ലേ? 3 പീസുകളായിട്ട് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നമുക്കത് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ അത് വാളിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നമുക്ക് പിക്ചേഴ്സിൽ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ പെയിന്റിങ്സ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ഡെക്കറേറ്റ്, അങ്ങനെ പല രീതിയിലുള്ള പെയിന്റിങ്സുകളും സാധനങ്ങളും പിക്ചേഴ്സിൽ വരുന്നുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി സൈസ് വ്യത്യാസമുള്ളൊരു ഐറ്റം അതേപോലെ 3 പീസിൽ വരുന്ന ഐറ്റംസിൽ വരുന്നതാണ്. വേരിയേഷനും സൈസിൽ കുറച്ച് വ്യത്യാസം. നല്ല രസമുണ്ടാവും കേട്ടോ, കാരണം ഒരു യെല്ലോ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ നമ്മുടെ വാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇതെങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇതിന് ഏറെക്കുറെ വരുന്നത് നമ്മളൊരു 600-650 റേഞ്ചിലാണ് ഇപ്പൊ 3 പീസുകൾ വരുന്നത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ളൂ അത്. തീർച്ചയായിട്ടും ഈ സെറ്റിന് വരികയാണെങ്കിലോ അതിന് ഏറെക്കുറെ 400-500 റേഞ്ചിൽ വരും. അതെ, 3 പീസുകളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഇതിൽ നമ്മൾ 2 പീസ് ഐറ്റംസുകൾ വരുന്നുണ്ട്. കുറച്ചുകൂടി ഇതിൽ കുറച്ചുകൂടി സൈസ് കൂടി ഏറെക്കുറെ ഇതിന്റെ ഒരു സൈസിൽ വരുന്ന, ഇതിൽ കുറച്ചുകൂടി സൈസിൽ വരുന്ന 2 പീസ് ഐറ്റംസ്. അത് പിക്ചറിന്റെ ഒരു കോംബോ അനുസരിച്ചായിരിക്കും അത് എണ്ണം വരുന്നത്. സൈസിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഏത് സൈസിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മളെടുത്ത് ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരുന്ന സാധനങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടി ഇതിൽ സൈസ് കൂടുതലുള്ള സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ചുകൂടി വലിയ, ഇത് ഏത് സൈസ് വരുന്നത് ഈ ഫ്രെയിംസ് ഒക്കെ? ഇതിനൊക്കെ സൈസ് ഏറെക്കുറെ ഒരു പിന്നെ 3 അടി 2 അടി ഇല്ല വരുന്നത്, 2-3 വരുന്നുണ്ടാവും. നല്ല രസം കേട്ടോ. ലാമിനേഷൻ തന്നെയാണ്? ഓക്കെ, ലാമിനേഷൻ തന്നെ. ലാമിനേഷൻ തന്നെ. ലാമിനേഷൻ ആയതാണ് എത്ര കാലം കേടുവരാതെ. മറ്റേത് കുറച്ച് കഴിഞ്ഞാൽ പൂപ്പലായിട്ടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ റിസ്ക് ആണ്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ എത്ര കാലം വരെ നിങ്ങൾക്ക് ആ ഒരു കേടുപാട് കൂടെ അതേപോലെ ഉണ്ടാവും. നല്ല ഡിസൈൻസ് കാണുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ സൈസിൽ ഇപ്പോൾ അതിലും ചെറിയ സൈസിലാണ് വരുന്നത്, അതിനും ചെറിയ സൈസിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒരുപാട് ഫ്രെയിംസ് വരുന്നുണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് സിംഗിൾ പീസുകളാണ് വരുന്നത്. ഇതൊക്കെ സിംഗിൾ പീസ് വരുന്നത്. പല രീതിയിൽ ഇപ്പോൾ അതിൽ ഒറിസോണ്ടൽ വരുന്നുണ്ട്, വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ഐറ്റംസുകളും ഉണ്ട്. ഇങ്ങനെ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ തേടി നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. നമ്മുടെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ വന്നാൽ മതി. കുറേ ആളുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചും യൂട്യൂബിൽ കമന്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല മോഡൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നോളി. അതും കാലിഗ്രഫി മോഡൽസ് വരുന്നുണ്ട്. കാലിഗ്രഫിയിൽ വേറെ മോഡൽസ് വരുന്നുണ്ട്. കാലിഗ്രഫിയിൽ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഒരേ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ച് ഒരേ ഐറ്റം തന്നെയാണ് കുർസി വരുന്നത്. കളറിലൊക്കെ വേരിയേഷൻ വരുന്നതാണ്. ആയത്തെ കുർസിയിൽ വരുന്നതാണ് ഓരോ സാധനം. ഇത് ബ്ലാക്കിൽ വൈറ്റ് വന്നു, വൈറ്റിൽ ബ്ലാക്ക് വന്നു, എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ. ഫ്രെയിമിൽ തന്നെ പിന്നെ നമുക്ക് പല സൈസിൽ വരുന്ന, അതിൽ കുറഞ്ഞ സൈസുകളിൽ സ്ക്വയറിൽ വരുന്ന, സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഐറ്റംസുകളാണ് ഇങ്ങനെ വരുന്നതൊക്കെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് പിന്നെ ബ്ലാങ്ക്, അതായത് നമ്മൾ ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് പിന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് ഐറ്റംസ് ഷോപ്പീസുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ തന്നെ നമുക്ക് പല സൈസിലും ഏത് പറയുന്ന സൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രെയിം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രെയിം മാത്രം കൊണ്ടുപോകാം. തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്. ഫ്രെയിമിനൊക്കെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് വാൾ ആർട്ടുകളല്ലേ. അത് മെറ്റലിൽ വരുന്ന വാൾ ആർട്ടുകൾ. ഇവിടെ നല്ല സിമ്പിൾ ആയിട്ടുള്ള മെറ്റൽ ആർട്ട് അവിടെ കാണുന്നുണ്ട്. അത് നല്ല കളേഴ്സിലാണ് കേട്ടോ. ഇതൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് സിമ്പിൾ ഡിസൈൻ ആണ്. അതെ അതെ അതെ. എങ്ങനെ മെറ്റലിന്റെ ഒരു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ മെറ്റൽ ആർട്ടുകൾ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് അന്വേഷണങ്ങൾ വരുന്നതും പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് അന്വേഷിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ മെറ്റൽ ആർട്ടുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ഹൗസ് വാമിങ്ങിനൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പല ഷേപ്പിൽ വരുന്നുണ്ട്, റൗണ്ട് ഷേപ്പിൽ വരുന്നത്, അതുപോലെ സ്ക്വയർ ടൈപ്പിൽ, അതിന്റെ പല കളർ കോമ്പോയിലൊക്കെ വരുന്ന കുറെ ഐറ്റംസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ തന്നെ കുറെ വെറൈറ്റീസ്, ഈ സൈഡിൽ നമുക്ക് കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിനൊക്കെ മെറ്റൽ ആർട്ടുകളൊക്കെ ഒരു 600-800 റേഞ്ചിൽ വരും. റേഞ്ചിലാണ് അതിന്റെ കൂടുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിൽ സൈസ് വ്യത്യാസം അനുസരിച്ച് നമുക്ക് റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആണ്, നമ്മൾ എവിടെ കാണാത്തൊരു മോഡലൊക്കെയാണ് ഈ ഒരു ഫ്ലവർ ടൈപ്പ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഇഷ്ടമായ ഒരു മോഡൽ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ. നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. ഇതെന്താ സംഭവം? ഇതും ഇത് നമ്മൾ വാൾ ആർട്ടിൽ വരുന്ന ഐറ്റംസുകൾ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് വാളിൽ അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇത് സെറാമിക്കിലൊക്കെ വരുന്ന ഐറ്റംസുകളാണ് വരുന്നത്. തീരെ വെയിറ്റ്ലെസ് ആണ്. വാള് നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യണ പോലെ തന്നെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്?
ഇല്ല ഇതിലൊക്കെ നമുക്ക് പിന്നെ ഓരോ ഐറ്റംസിനനുസരിച്ച് ഒരു 250 250 റേഞ്ചിൽ 300 റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസുകൾ ഇതൊക്കെ സെയിം ആ റേഞ്ചിലൊക്കെ വരുന്നത്. കുറച്ചും കൂടി ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്, അതെ കളേഴ്സിലെ ഡിസൈനിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊരു വേറെ സംഭവമാണ്, കുറച്ചും കൂടി ഒരു മെറ്റൽ ആർട്ടിൽ വരുന്ന തന്നെ ഐറ്റംസിൽ വരുന്ന ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഹാങ് ചെയ്യാതെ ടേബിൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അതിൽ വരുന്ന ഐറ്റംസുകൾ തന്നെ ഇതും നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസിൽ വരുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ മോഡൽസ് ആണ്, വലിയ ഹെവി വർക്കും കാര്യങ്ങളൊന്നും അല്ല. അതിൽ കോംബോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസിൽ 2 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെയാണ്. ഇതിനൊക്കെ ഒരു 600-700 റേഞ്ചിലൊക്കെ ആണ് വരുന്നത്. കുറച്ച് ഹെവി വർക്കാണ് ഈ ഒരു വാളിൽ ഹാങ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി വലുത് ഇപ്പം വലുതിൽ നമുക്ക് നല്ല അന്വേഷണങ്ങൾ വരുന്നുണ്ട്. വലിയ അതെ ഇപ്പം നല്ല നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇതൊക്കെ ആണെങ്കിൽ വാളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് അതൊക്കെ. ഇതൊരു മറ്റേ നമ്മൾ യാച്ചിന്റെ ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. മിറർ ആണോ അതോ ഗ്ലാസ്? ഒരു മിറർ ടൈപ്പിലാണ് വരുന്നത്. അത് കുറച്ചുകൂടി ഇതില് ലൈറ്റിലൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കാണുന്നത്. അതെ അതെ. ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് പിന്നെ വലുതിൽ തന്നെ വെറൈറ്റീസ് നമുക്ക് അപ്പുറം നമ്മളെ ആ സൈഡിലുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു വലിയ ടൈപ്പ് അതിന് കുറച്ചും കൂടി ഹെവി ടൈപ്പിൽ വരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് ലീഫാണ്, ലീഫിൽ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ വന്നിട്ടുള്ളത് ഒക്കെ മിറേഴ്സ് ആണ്. മിറർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ സ്റ്റിക്കറാണ്, സ്റ്റിക്കർ നമുക്ക് പറിച്ചെടുത്താൽ നെറ്റ് ടൈപ്പാണ് വന്നിട്ട്. ഇതിനെങ്ങനെ ഈ ഒരു ഹെവി ടൈപ്പിലൊക്കെ ഇതൊക്കെ ഒരു ഏറെക്കുറെ 5000-1500 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഐറ്റംസ് ആണ് വരുന്നത്. അതിൽ തന്നെ ഒരു വേറെ വെറൈറ്റിയാണ് ഇപ്പുറത്തുള്ളത്. ഇതിന്റെ കുറച്ച് നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറൊരു ഡിസൈൻ ആയിട്ടത് കാണുന്നത്. ടേബിളിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷോർട്ട് ടേബിൾ ആയിട്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ലിവിംഗ് സ്പേസിൽ നിന്ന് പാസ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഇപ്പോൾ ടേബിൾസ് വരുന്നുണ്ട്, അത് മോഡൽസിൽ. അപ്പോൾ അതിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുത്തെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റിലും അതിന്റെ ഫ്ലവേഴ്സിലൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ്, അതിൽ തന്നെ ചെറുതായിട്ടും വലുതായിട്ടും ഇഷ്ടംപോലെ വെറൈറ്റീസ് നമുക്കുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ഫുൾ പ്ലാന്റ്സ് ആണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. അതും നല്ല നല്ല കളേഴ്സിലുള്ള ഫ്ലവേഴ്സും പോട്ടൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതെ. പോട്ടിൽ എങ്ങനത്തെ വരുന്നത്? ഇവിടെ വന്നിട്ടുള്ളത് ഫുള്ള് അതൊക്കെ പ്ലാസ്റ്റിക് പോട്ടുകൾ തന്നെ വരുന്നത്. നമുക്ക് പിന്നെ സെറാമിക് പോട്ടുകൾ വരുന്നുണ്ട്, അതിൽ തന്നെ വുഡൻ പോട്ടുകൾ വരുന്ന ഐറ്റംസുകളാണ് ഇതൊക്കെ. ഇതിലൊക്കെ വുഡൻ ഐറ്റംസുകളാണ് ഇതൊക്കെ വരുന്നത്. കുറെ സെറാമിക് സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇത് പോട്ട് മാത്രം, പോട്ടുകൾ മാത്രമാണ്. അതിൽ ഫൈബർ പോട്ടുകളുണ്ട്, സെറാമിക് പോട്ടുകളും ഉണ്ട്. അതിൽ ഇതൊക്കെ ഫൈബർ ആണ് കേട്ടോ. കണ്ട നമുക്കൊരു ഹെവി സെറാമിക്കിൽ വരുന്ന ടൈപ്പ് തോന്നും, വെയിറ്റ്ലെസ് ആണ്. നല്ല നല്ല മോഡൽസ് വരുന്നുണ്ട്. ഇതിങ്ങനെ ഫിക്സ് ആണോ? അല്ല, നമുക്ക് അതിൽ പോട്ടുകൾ സെപ്പറേറ്റും അതിൽ ലീഫ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഓരോ സെപ്പറേറ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ഫ്ലവർ നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്, ലീഫിൽ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോട്ട് വേറെയും പ്ലാന്റ് വേറെ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. അതെ, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മളൊരു ഐഡിയ അനുസരിച്ചൊക്കെ നമുക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അതെ, നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഫ്ലവേഴ്സ്, ലീഫുകള്, അതിൽ തന്നെ അതിന്റെ കുറെ ടെന്റിക്കിൾസ് വരുന്നത്, ചെറിയ ഇതൊക്കെ ഓരോ സിംഗിൾ പീസുകളാണ് വരുന്നത്. ഇപ്പൊ 100 രൂപ, 99, 75 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. 100-120 ഇടയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഒക്കെ വരുന്നത്. അങ്ങനെ തന്നെ അതിൽ ഫ്ലവേഴ്സ് ഓരോ ഫ്ലവറിനനുസരിച്ച് ചെറിയ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ പ്ലാന്റ് അതെ അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊക്കെ ഇതൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് തന്നെയാണ്. ഇത് ത്രെഡ് ആണോ? അല്ല, ഇതൊക്കെ നമ്മൾ ക്ലോത്ത് ഐറ്റംസിൽ വരുന്ന ഒരു തന്നെയാണ് വരുന്നത്. നല്ല നല്ല വൈറ്റിലും യെല്ലോസിലും ഒക്കെ വരുന്നുണ്ട്. ഇവിടെ വന്നുള്ള ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള. അത് ഏത് ചെടിയാ അറിയില്ല, അറിയുന്ന ആളുകളുടെ കമന്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കറ്റാർവാഴ പോലെയുള്ള ഐറ്റംസുകൾ. ഇതിനൊക്കെ എങ്ങനെ വരുന്നത്? ഇതിനൊക്കെ ഒരു 230-200 റേഞ്ച്, 200-300 ഇടയിലുള്ള റേഞ്ചിൽ ചെറിയ ഐറ്റംസുകളൊക്കെ വരുന്നുള്ളൂ. അതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒറിജിനൽ ആണ് വിചാരിച്ചു. അതെ, ഇതൊക്കെ നമുക്ക് നാട്ടിൽ കണ്ടു പരിചയമുള്ള ചില ചെടികളൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ മണി പ്ലാന്റുകളൊക്കെ വരുന്ന ഐറ്റംസിലൊക്കെ. അതിന്റെ ആ ഒരു 4 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് വേറെ ലീഫ് അതാ. അതെ, ഇതൊക്കെ മണി പ്ലാന്റുകളുടെ ആ ഇതിൽ വരുന്ന ഐറ്റംസുകൾ വരുന്നതാണ്. ഇതൊക്കെ ഓരോരോ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ ആണ് തോന്നുന്നു. ഇതിനൊക്കെ നമുക്ക് 150 മുതലൊക്കെ റേഞ്ചിൽ നമുക്ക് ഇതിലൊക്കെ വരുന്നുണ്ട്. 150 മുതൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വുഡിൽ വരുന്നു. കുറച്ചുകൂടി ഗ്ലേസിംഗ് ആയിട്ട് നല്ല
ഫിനിഷിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് വരുന്നത്. ഇവിടെ എങ്ങനെ വന്നിട്ടുള്ളത് പോട്ടിന്റെ ഒരു അതെ, ലോകമാണ്. പോട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതിൽ തന്നെ വുഡൻ ഐറ്റംസിലുള്ള പോട്ടുകൾ വരുന്നുണ്ട്, സെറാമിക്കിൽ വരുന്നുണ്ട്, ഗ്ലാസ് ടൈപ്പുകൾ. ഇതൊക്കെ വുഡൻ ടൈപ്പ് തന്നെ. അതെ, ഇതൊക്കെ വുഡനിൽ വരുന്നത് തന്നെയാണ്. ഐറ്റംസുകളൊക്കെ വുഡനിൽ വരുന്നതാണ്. കളർ വ്യത്യാസമുണ്ട്, സൈസിലും അതിന്റെ പോട്ടിന്റെ ഒക്കെ ഉണ്ടാകും. അവിടുന്ന് ചെടി എടുത്തിട്ട് ഇവിടുന്ന് പോട്ടും സെലക്ട് ചെയ്യാം. അതാണ് സെറ്റപ്പ്. അതെ, ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫ്ലവർ ഏതാണ്, ഏത് പോട്ടിലാണ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വുഡാണോ? അതൊക്കെ വുഡനാണ് വരുന്നത്. കണ്ടത് ശരിക്കും ഗ്ലാസ് ആണ് കേട്ടോ. നന്നായിട്ട് ഫിനിഷിംഗ് ചെയ്തിട്ട് വരുന്ന ഐറ്റംസിലാണ്. ഇവിടെ അടിയിലൊക്കെ വൈറ്റിൽ വരുന്നുണ്ട്. ഇത് നോർമൽ വുഡൻ ടൈപ്പ് തന്നെ വുഡൻ ഷേപ്പ് തന്നെ വരുന്ന കളർ തന്നെ വരുന്നതാണ്. ഇതൊരു യെല്ലോയിഷില് വരുന്നുണ്ട്, അതിൽ തന്നെ റെഡ് വന്നിട്ട്. അതെ അതെ അതെ. ഇതിങ്ങനെ സെറ്റ് ആണോ? അതൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് ചെയ്യാം. ഇതൊക്കെ തന്നെ കൂടുതൽ സെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്ലവേഴ്സും ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നത്. അതിൽ തന്നെ കളറിൽ വരുന്ന വേറെ കളർ വരുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കൊരു 400 ചെറിയ ഐറ്റംസ് ഒക്കെ 400-500 റേഞ്ചിൽ വരും. അതിൽ ഹെവി ഐറ്റംസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 1000 പ്രീമിയം ഐറ്റംസുകൾ നമുക്ക് എല്ലാ കാറ്റഗറി വരുന്നുണ്ട്. മീഡിയം കാറ്റഗറിയും പ്രീമിയം കാറ്റഗറി നമ്മൾ എടുത്ത് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല ഹെവി ആയിട്ട് വരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെവി വർക്കാണ്. വെയിറ്റ് കുറവാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല വെയിറ്റ് കുറവുണ്ട്. പക്ഷെ എന്നാൽ സാധനം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ്. ഇതൊക്കെ ഗ്ലാസ് മെറ്റീരിയൽസിൽ വരുന്ന കുറച്ച് ഐറ്റംസുകൾ. ഗ്ലാസ് വരുന്നതാണ്. ലൈറ്റ് അങ്ങനെ ഇല്ലല്ലോ? ഇല്ല. നമുക്ക് അതൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ആ ഗ്ലാസ് മെറ്റീരിയൽസിൽ വരുന്ന, അതുപോലെ സെറാമിക്കിലൊക്കെ വരുന്ന ഐറ്റംസുകളാണ് ഇതൊക്കെ വരുന്നത്. ഇതിലൊക്കെ ആ ഫ്ലവർ ഒക്കെ കിട്ടാൻ നല്ല രസമുണ്ടാവും. നമ്മൾ ഹോം ടൂറിന്റെ സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് കാണുന്നുണ്ട്, ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. ഈ പെരിന്തൽമണ്ണ നെക്സ്റ്റ് വന്നപ്പോഴാണ് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് എന്നിട്ട് ബ്ലാക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രീൻ കളേഴ്സിൽ പേസ്റ്റൽ കളറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. പല കളേഴ്സിൽ വരുന്നുണ്ട്. നല്ല നല്ല വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട്. ഇത് സെറാമിക് ഒക്കെ സെറാമിക്കിൽ തന്നെ വരുന്നത്. ഷേപ്പിലും സൈസിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതാണ് കുറച്ചും കൂടി ഹെവി ആയിട്ട് വലിയ ടൈപ്പ് വന്നിട്ടുണ്ട്. അതെ, കുറച്ചുകൂടി പ്രീമിയം ടൈപ്പിൽ വരുന്ന ഐറ്റംസിലാണ് ഇതൊക്കെ. ഇത് 800-1000 റേഞ്ചിലൊക്കെ വരുന്ന ആണ് വരുന്നത്. ഇതൊക്കെ അതേപോലെ തന്നെ ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഐറ്റംസുകൾ. ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ പോകുന്ന രൂപത്തിലാണ്. കുറച്ചുകൂടി കാൻഡിക് ടച്ചുകളൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ സെറാമിക്കിൽ തന്നെ വരുന്ന ഐറ്റംസിൽ വരുന്നത് തന്നെയാണ്. മാറ്റുകൾ ഇവിടെ ഉണ്ടോ? അതെ, ബ്ലാങ്കറ്റുകൾ ഐറ്റംസുകളൊക്കെ വരുന്ന കുറച്ച് ഐറ്റംസുകൾ. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. തുർക്കി പുറമൊക്കെ വരുന്ന ഐറ്റംസുകളാണ്. നല്ല ഫെദറി ടച്ച് ആയിട്ടുള്ള സാധനമാണ്. ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് പിന്നെ പല രീതിയിലുള്ള കളർ ചേഞ്ചിൽ വരുന്നുണ്ട്. ഇത് വേറെ മെറ്റീരിയൽ ആണല്ലേ? മെറ്റീരിയൽ ചെറിയ വ്യത്യാസം. ഇതിനുണ്ട് മെറ്റീരിയൽ ചെറിയ വ്യത്യാസം. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഐറ്റംസിൽ വരുന്നത് തന്നെയാണ്. ഈ ഒരു മാറ്റ് കോംബോ എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിനൊക്കെ ഇപ്പോൾ ഏറെക്കുറെ ഒരു 1000 റേഞ്ചിൽ വരും. അതെ, ഇതിൽ തന്നെ ഇതിലും വലിയ സൈസുള്ള 5-4 വരുന്നത്, അതുപോലെ റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഐറ്റംസുകളൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അതെ, പിന്നെ ഇത് ഇൻഡോർ ഐറ്റംസുകളാണ്. ഔട്ട്ഡോർ ഐറ്റംസുകളുള്ള മാറ്റുകൾ, സാധാരണ മാറ്റുകളൊക്കെ അത് നമ്മുടെ അടുത്തുണ്ട്. നോർമൽ മാറ്റ് ആണെങ്കിൽ നല്ല കളക്ഷൻസ് ആണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ കളക്ഷൻസിന്റെ ഗ്രീൻ മാറ്റുകൾ, നമ്മളെ ഗ്ലാസ് മാറ്റുകൾ ഐറ്റംസിലൊക്കെ അതിൽ വരുന്നുണ്ട്. ഇത് ചെറിയ ഗ്രാസ് ടൈപ്പ്. അതെ അതെ അതെ. ഇതൊക്കെ വളരെ 150-200 റേഞ്ചിലൊക്കെ വരുന്ന മാറ്റുകൾ. ഇവിടൊക്കെ വന്നിട്ടുള്ള അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ സാധനത്തിന് കുറച്ചുകൂടി ചെറിയ സൈസിൽ വരുന്നതാണ്. ആ സെയിം മാറ്റുകൾ അതേ ഫിനിഷിങ്ങിൽ വരുന്ന ഐറ്റംസുകൾ തന്നെ. കളർ ചേഞ്ചുകൾ 1-2 കളർ ചേഞ്ചസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. നമുക്ക് ബാത്റൂമിന്റെ ബെഡ്റൂമിലൊക്കെയാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി ഫെദറി സാധനം അങ്ങനെയാ അത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിന് പിന്നെ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമിലെ സൈഡിൽ വരുന്നത് ഔട്ട്ഡോർ മെറ്റീരിയൽസ് മാറ്റുകളൊക്കെ വരുന്നതാണ്. അത്ര കുശിയില്ല. അതെ അതെ, കുറച്ചുകൂടി നമുക്ക് റേഞ്ചിൽ വരുന്ന ഒരു 300-400 റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസുകളാണ് കൂടുതലായിട്ടും പോകും. അതെ, നമ്മളൊരു മാറ്റ് അനുസരിച്ച് നമ്മുടെ ഒരു ഫ്ലോർ അനുസരിച്ചൊക്കെ ഒരു കളറിൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതെ, മാറ്റും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ പോട്ടുകൾ നേരത്തെ കണ്ടത്. അതെ, ഇതിലൊക്കെ സെറാമിക്കിൽ വരുന്ന പോട്ടുകളാണ്. ഇത് വരുന്നതൊക്കെ കുറച്ച് വലിയ പോട്ടുകളാണ്. ഇത് സെറാമിക്കിൽ വരുന്നത്. സെറാമിക്കിൽ നമുക്ക് ഇതിൽ തന്നെ ഫൈബറിൽ വരുന്നതുണ്ട്. സെയിം ഫിനിഷിംഗിൽ വരുന്ന ഫൈബറിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതെ, നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പെബിൾസുകൾ പല അതിന്റെ കളക്ഷൻസ്. ബണ്ടിലായിട്ടാണോ? നമ്മൾ കിലോക്കാണ് നമ്മളതിന് വില പറയുന്നത്. ഏറെക്കുറെ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 100-80 മുതൽ ഉള്ള റേഞ്ചിൽ പ്രിഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും
ഇത് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചാണല്ലോ ഇങ്ങനെ അതെ 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 വുഡൻ തന്നെ വുഡൻ പോട്ടുകൾ തന്നെ വരുന്നത്. അതിൽ തന്നെ പല സൈസിൽ വരുന്നത് ഒക്കെയാണിത്. ഇങ്ങനെ ഈ ഒരു ബണ്ടിലിനൊക്കെ എങ്ങനെ വരുന്നത്? ഇതിനൊക്കെ ചെറിയ റേഞ്ച് 150 റേഞ്ചിലൊക്കെ വരുന്ന 300 റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഇത് ഓരോന്നും ഓരോ സെറ്റ് കളറാണ് കേട്ടോ. അതുപോലെ ബ്ലൂ വരുന്നുണ്ട്, പിങ്ക്, അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ക്ലോക്കിന്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇവിടെ. നല്ല നല്ല വെറൈറ്റി, അതായത് ട്രഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് മോഡേൺ ടച്ചിൽ വരുന്ന ടൈപ്പ് എല്ലാ ടൈപ്പ് ക്ലോക്കും ഉണ്ട്. ഇതൊക്കെ ചെറിയൊരു സിംഗിൾ ഇതിങ്ങനെ ഇത് 3 പീസുകളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ ഒന്നിൽ മിറർ അറിയുന്നത്, 2 ക്ലോക്ക് ഐറ്റംസിലാണ് വരുന്നത്. അപ്പോൾ 3 കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസുകളാണ് വരുന്നത്. ഇതിൽ തന്നെ നോർമൽ സൈസ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ക്ലോക്കുകളാണ്. അതുപോലെ വന്നിട്ടുള്ളതാണ് 3 പീസിൽ വരുന്നതാണ് ഐറ്റംസ് ആണ്. ക്ലോക്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൽ സൈസ് കൂടുതലുള്ളത്, കുറെ ആന്റിക് ടച്ചുകൾ സാധനമുള്ളത്, റെയിൽവേ ക്ലോക്കുകൾ, ട്രൈപോഡ് ക്ലോക്കുകൾ തുടങ്ങിയ മുതൽ നമുക്ക് എല്ലാവിധ ഐറ്റംസുകളിൽ വരുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. ബോക്സ് ടൈപ്പിലൊക്കെ ലെറ്റേഴ്സ് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടി വലിയ ടൈപ്പ് ക്ലോക്ക് നമുക്ക് നമ്മുടെ അപ്പുറത്തെ സെഷനിൽ നമ്മുടെ ക്ലോക്കുകൾ മാത്രം വരുന്ന സെഷൻ ഉണ്ട്. ഇവിടെ ഇതാ ക്ലോക്കിന്റെ നമ്മൾ അവിടെ ചെറുത് കണ്ടു. ഇതിന് കുറച്ചുകൂടി വലിയ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്നുണ്ട്. മെറ്റാലിക്കിലൊക്കെ വരുന്ന കുറച്ച് ഐറ്റംസുകളാണ്. രണ്ടും മെറ്റാലിക്കിൽ വരുന്നത്. ഇതൊക്കെ അതിൽ മെറ്റാലിക് ഫ്രെയിമിൽ വരുന്ന ഐറ്റംസുകളാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്കിൽ വരുന്നത്. നമുക്ക് കളർ ചേഞ്ചുകളുണ്ട്. ഈ പെൻഡിലും നമുക്ക് വർക്ക് ചെയ്യുന്ന. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ കുറച്ചും കൂടി വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ കുറച്ച് വലിയ ഐറ്റംസുകളാണ് വരുന്നത്. വലിയ വാള്, ഡബിൾ ഹൈറ്റിലൊക്കെ വാള് വന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതിലെ അതിൽ സാധനങ്ങളൊക്കെ നമ്മൾ അതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഐറ്റം. നമ്മള് ബാറ്ററി റൊട്ടേറ്റ് ചെയ്യുന്ന ഐറ്റംസിലാണ് വരുന്നത്. അതിൽ തന്നെ കുറച്ച് വെറൈറ്റീസുകളാണ്, മോഡലുകളാണ് വരുന്നത്. ഇതിന്റെ സൈസിൽ വ്യത്യാസങ്ങളുണ്ട്, റേഞ്ചിലൊക്കെ വ്യത്യാസങ്ങൾ വരും. വലുതും ചെറുതായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോക്കുകൾ ഇത് അതുപോലെ മെറ്റൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു മിറർ ടൈപ്പ് ഇത് എങ്ങനെയാണ്? മിററായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വാഷ് ബേസിനൊക്കെ വരുന്ന മിററായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതിൽ തന്നെ സ്ക്വയർ ടൈപ്പിൽ വരുന്നുണ്ട്. അതിന് ചെറിയ സ്ക്വയറുകൾ, റൗണ്ടിൽ, അതിൽ തന്നെ വലിയ റൗണ്ട് വരുന്നു, ചെറിയ റൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. വുഡാണ് തീർച്ചയായും വുഡാണ്. അതിന്റെ ചെറിയൊരു സൈസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത്. എല്ലാ സ്റ്റോക്കും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇതെന്താ സംഭവം? ക്ലോക്ക് തന്നെയാണ് ഇപ്പൊ നമുക്ക് നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ട്രൈപോഡ് ക്ലോക്കുകൾ എന്ന് പറയുന്നത്. അതെ അതെ സ്റ്റാൻഡിലാണ്, 3 സ്റ്റാൻഡിലായിട്ട് ഇങ്ങനെ ലെഗിൽ നിൽക്കുന്ന ക്ലോക്കാണ്. ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഇതിന് വലിയ സൈസുകൾ വരുന്നുണ്ട്, മീഡിയം സൈസിൽ വരുന്നുണ്ട്. ട്രൈപോഡ് ക്ലോക്കിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഈ വാളിലൊക്കെ വെച്ചത് ഇത് കാലിഗ്രഫിയാണ്. കാലിഗ്രഫിയിൽ വരുന്ന ക്ലോക്കിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കാലിഗ്രഫി ആയിട്ട്, അറബിക് കാലിഗ്രഫികളായിട്ട് വരുന്നുണ്ട്. രണ്ടും കൂടി കോംബോ ആയിട്ടോ. ക്ലോക്ക് യൂസേജ് നടക്കും, കാലിഗ്രഫി വർക്കും ഉണ്ട്. രണ്ടും കൂടി ആയിട്ട് 3 ടൈപ്പ് വരുന്നുണ്ടല്ലേ. അതെ അതെ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മോഡൽസ് നമുക്ക് ഗിഫ്റ്റ് പർപ്പസുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചെറിയ ഐറ്റംസുകളാണ് ഇത്. അതുപോലെ ചെറിയ ഐറ്റംസുകളൊക്കെ നമുക്ക് വേറെയും ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഗിഫ്റ്റ് പർപ്പസുകളായിട്ട് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നത്. അതെ അതെ. അതിനുള്ള സാധനം അവിടെ ഉണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആയിട്ടല്ലേ. അതുപോലെ വരുന്നതാണ് നമ്മളെ റെയിൽവേ ക്ലോക്ക്. നമുക്ക് പരിചയം ഉണ്ടാവും. ഐറ്റംസുകൾ ഡബിൾ സൈഡ് ആയിട്ട് വരുന്ന, 2 സൈഡിലും വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പിൽ വരുന്നുണ്ട്, റൗണ്ടിൽ തന്നെ ആന്റിക്ക് കുറച്ചുകൂടി ടച്ചുകൾ വരുന്നത്, കളർ ചേഞ്ചിൽ വരുന്നത്. ഇതിൽ വെറൈറ്റീസ് ചെറിയ വ്യത്യാസം ഉണ്ട്. ഒരു 2000 രൂപ 2500 റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ റേഞ്ചിൽ വരുന്നത്. ഇതെന്താ സംഭവം? ഇതൊക്കെ നമ്മള് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൽ വരുന്നത് തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നത്. അതെ, ചകിരി സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ വരുന്നതാണ്. നമ്മള് വീട്ടില് സാധാരണ അങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കാൻ നാച്ചുറൽ ആയിട്ട് സെറ്റ് ചെയ്യും. പക്ഷെ അത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. താഴെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഇതില് ഈ കുറ്റിയടക്കം, ഈ ഫ്ലവറിന്റെ പ്ലാന്റ് അടക്കം നമുക്ക് സെപ്പറേറ്റ് ആണ്. അതിൽ പോട്ട് സെപ്പറേറ്റ് ആണ്. നമുക്ക് പോട്ട് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് കളേഴ്സിനുണ്ട്, സൈസിൽ വ്യത്യാസമുണ്ട്. വലിയ സൈസിലുള്ള, ചെറിയ സൈസിലുള്ള എല്ലാ സൈസും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ഏരിയ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെ, സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്തിരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഇഷ്ടംപോലെ വലിയ പ്ലാന്റുകൾ അപ്പുറത്ത് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ സ്റ്റാൻഡിൽ വെക്കുന്ന പ്ലാന്റും ഉണ്ടോ? ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇതിങ്ങനെ 3 പീസ് കോംബോ ആയിട്ട് വരുന്ന ഐറ്റംസുകളാണ് വരുന്നത്. റൗണ്ടിൽ വരുന്നുണ്ട്. ഗോൾഡൻ ടച്ചിൽ ഫുൾ മെറ്റാലിക് ആണ്. കംപ്ലീറ്റ് മെറ്റലാണ് സാധനം ഉള്ളത്. ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള അത് നമുക്ക് കസ്റ്റമൈസ് നമുക്ക് നമ്മൾ ഏതാണ് വേണ്ടത് അതിൽ വരുന്ന വേറെ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാൻ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 പീസുകൾ വരുന്ന 3 ഒരുമിച്ച് കോംബോ ആയിട്ട് വരുന്നതാണ്. അതിൽ തന്നെ വരുന്ന വേറെ ഐറ്റംസുകളാണ് ഇത്. കുറച്ചുകൂടി മെറ്റാലിക്കിൽ വരുന്നതാണ്. പിന്നെ എല്ലാം മെറ്റലിൽ വരുന്നതാണ്. നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാവുന്നത്. ഇങ്ങനെ ജസ്റ്റ് നമുക്ക്
സ്റ്റാൻഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ട് അതേപോലെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതെന്താ സ്റ്റൂള് വന്നിട്ടുള്ളത്? സ്റ്റൂൾ ഇത് നമ്മൾ ഇതിന്റെ വരുന്ന പോലെ തന്നെ അതിന്റെ കോംബോ ആയിട്ട് വരുന്നതാണ്. അതിന്റെ ബാക്കി ഇതിങ്ങനെ സെറ്റാ? സെറ്റ് 3 എണ്ണം സെറ്റ് അല്ല, നമുക്ക് സെപ്പറേറ്റും കൊടുക്കാം. ഇതാണ് 3 എണ്ണം സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. വേരിയേഷൻ വരുന്നുണ്ട്, സൈസിലെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരുമിച്ച് വരുന്നത് തന്നെയാണ്. സെപ്പറേറ്റ് ആക്കും ചെയ്യാം. ഒരു ബ്ലൂ ടൈപ്പ് ഒക്കെ വന്നിട്ടുള്ളത്. അതെ അതെ. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് കൊടുക്കും? സെറ്റ് ആയിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് തന്നെ ഫ്ലവർ വേണമെങ്കിൽ മാറ്റി നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. നമുക്ക് സെറ്റ് ആയിട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് സെലക്ട് ചെയ്യണ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിൽ തന്നെ പിന്നെ പോട്ടുകൾ വരുന്ന നമുക്ക് വെറൈറ്റീസ് പിന്നെ വുഡനിൽ വരുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റാൻഡ് ടൈപ്പിൽ തന്നെ വരുന്ന വേറെ ഐറ്റംസിലാണ് ഇതൊക്കെ. വുഡിൽ സ്റ്റാൻഡുകൾ വരുന്നത്. നമുക്ക് ഈ കോർണേഴ്സിലൊക്കെ മോളുടെ കോർണേഴ്സിൽ വരുന്നത്. അതുപോലെ ഇതിൽ തന്നെ വുഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ഇത് വരുന്നത്. ഒക്കെ സ്റ്റാൻഡ് ടൈപ്പിലായിട്ട് വരുന്നത്. ഈ ഒരു കയറി വരുന്ന ഭാഗം ഫുള്ള് പ്ലാന്റ് ആണ്. അതെ അതെ, ഫുൾ പ്ലാന്റുകളും അതിന്റെ ബന്ധപ്പെട്ട പോട്ടുകളും സാധനങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മള് മെറ്റലിലൊക്കെ ഒരുപാട് പോട്ട് കണ്ടു. അപ്പൊ അതിന്റെ വുഡൻ പോട്ടുകൾ, അതെ വുഡൻ പോട്ടുകളാണ് ഇതൊക്കെ വരുന്നത്. കംപ്ലീറ്റ് വുഡൻ ആണ് വരുന്നത്. അതിൽ തന്നെ വെറൈറ്റീസ് ആണ്. ഇതും വുഡൻ ടൈപ്പിൽ വരുന്ന സ്റ്റാൻഡുകൾ നമുക്ക് കോർണേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതും. അതുപോലെ അതിൽ വേറെ വെറൈറ്റിയാണ് ഇത് വരുന്നത്. കുറച്ചുകൂടി ഹൈറ്റ് കുറവുള്ള ഐറ്റംസുകൾ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. വുഡനിൽ തന്നെ വരുന്ന ഐറ്റംസിലാണ്. പ്ലാന്റുകൾ നമുക്ക് പിന്നെ പറയുന്ന 800 മുതൽ റേഞ്ചിൽ തുടങ്ങിയിട്ട് 10,000 വരെയുള്ള റേഞ്ചിൽ പ്രീമിയം ഐറ്റംസ് വരെ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റിയാണ്. നമുക്ക് കണ്ടാൽ ഇത് ആർട്ടിഫിഷ്യൽ ആണ് സംശയം തോന്നുന്ന രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഈ മുളക്കല്ലേ, ബാംബു ടൈപ്പ്, ചെറിയ ബാംബു ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ശരിക്കും നമ്മൾ നാച്ചുറൽ ആയിട്ട് ആ ഒരു നാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ വരുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് ഇത് വേറെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഇത് പുറത്ത് വെച്ചാലും കൂടി അറിയില്ല ഇത് പുറത്ത് വെക്കണാണോ അകത്ത് വെക്കണമെന്നുള്ളത്. അതെ അതെ. അതിൽ തന്നെ പോട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് പോട്ടുകളുണ്ട്, വേറെ തന്നെയാണ് ഓരോ പോട്ടുകളും. ഇതൊക്കെ നമ്മളെ സെറാമിക്കൽ, നമ്മുടെ ഫൈബറിൽ വരുന്ന ഐറ്റംസുകളാണ്. സെറാമിക്കുകളുണ്ട്. നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ സാധനങ്ങൾ ചെയ്യണമെങ്കിൽ അതുപോലെ ബബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പ്ലാന്റുകൾ വരുന്നുണ്ട്. കളർ ലീഫ് ഐറ്റംസ് വേറെ വരുന്നുണ്ട്. പ്ലാന്റിൽ നമുക്ക് പല സൈസിൽ അതിന്റെ പല പോട്ടുള്ള വ്യത്യാസത്തിൽ അതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സൈസിൽ വലിയ സൈസിൽ മുതൽ ചെറിയ സൈസ് വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് വരുന്ന ഐറ്റംസുകളാണ്. കുറച്ചുകൂടി ലീഫില് കളറിൽ വരുന്നത്. അതെ അതെ അതെ. ശരിക്കും നമ്മൾ നാട്ടിൻപുറത്തുണ്ടാകുന്ന ലീഫ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതെന്താ സംഭവം? നമ്മളിങ്ങനെ സ്റ്റാൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഷോപ്പീസ് ഐറ്റംസുകളൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡുകൾ. വുഡിലാണോ? അത് പിന്നെ ഇവിടെ സാധനത്തിലെല്ലാം വരുന്നതാണ്. അതിൽ തന്നെ ഇതിന്റെ ചെറുതുകൾ ഐറ്റംസുകൾ അതെ അതെ പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഷോപ്പീസ് ഐറ്റംസുകളൊക്കെ വെക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വലിയ സൈസില് പ്ലാന്റ് കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ചുകൂടി വലിയ സൈസുള്ള. അതെ അതെ. ആ ലീഫിന് വ്യത്യാസം വരുന്നുണ്ട്. ലീഫ് നമുക്ക് മാറ്റാൻ പറ്റും. ലീഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലീഫുകൾ നമ്മുടെ അടുത്ത് വേറെ അവൈലബിൾ ആണ്. വേണ്ട ലീഫുകൾ വേണ്ട നമുക്ക് ഇതിൽ ജസ്റ്റ് നമുക്ക് ഇത് റിമൂവ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ. നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ വേറെ ലീഫ് കണ്ടു. ഇതാ നമ്മുടെ വായന്റെ ഇലയിലൊക്കെ ഒരു മോഡൽ അല്ലേ. ഇതിനെന്തെങ്കിലും പേരുണ്ടോ? പേരായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ വരുന്ന ഐറ്റംസുകൾ തന്നെയാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ടാവും. ടൈപ്പ് ഇങ്ങനെ കോർണറിലായിട്ടോ കോർട്ട്യാർഡ് സ്പേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ്. ഒരാളായിട്ടും ഇതിലേറെ ഹൈറ്റ് കൂടിയ ഐറ്റംസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഷോ ഐറ്റംസ് ആണ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവും. ചില ക്ലയന്റിന്റെ ഇത്തരത്തിലുള്ള മാത്രം പർച്ചേസ് ചെയ്യുന്നത്. ഒരുമിച്ച് എടുക്കുന്ന കുറെ ഐറ്റംസുകൾ വളരെ നമുക്ക് 100 റേഞ്ചിൽ അല്ലെങ്കിൽ 100 താഴെ റേഞ്ചിൽ വരുന്ന 50 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസുകൾ മുതൽ തുടങ്ങിയത് വരുന്നുണ്ട്. അതിൽ തന്നെ കുറേ ആൻറ്റിക് സാധനങ്ങൾ, അതുപോലെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഐറ്റംസിൽ വരുന്ന സ്ക്രൂ നെറ്റ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഐറ്റംസിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. അതെ അതെ. അങ്ങനത്തെ അതിൽ വരുന്ന ഐറ്റംസുകളൊക്കെ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വന്നാൽ മതി. നെക്സ്റ്റ് അതിന് പറ്റിയ എല്ലാ സംഭവം ഉണ്ട്. ശരിക്കും ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അറിയില്ല. ഈ ഒരു ഫ്രണ്ടിലൊക്കെ ഒരു സ്ക്രൂ നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. പിന്നെ തന്നെ ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസുകൾ വേറെ ആൻറ്റിക് സാധനങ്ങളായിട്ട് ഇതിൽ വരുന്ന
ഷോപ്പീസ് ഐറ്റംസിൽ വരുന്ന വുഡാണോ ഇത് വുഡിൽ വരുന്നതാണ്. എലഫന്റ് ടൈപ്പ് ഇതിങ്ങനെ കോംബോ ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം ഷോ ഐറ്റംസ് ആണ്. ഷോ ഐറ്റംസിൽ വരുന്ന സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഷോ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നെസ്റ്റോയിൽ ഇതാ അടിപൊളി കളക്ഷൻസ് ആട്ടോ, സ്റ്റോക്കും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ എവിടെ? കറക്റ്റ് ലൊക്കേഷൻ ഇപ്പൊ നമ്മൾ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ ജസ്റ്റ് നമ്മൾ വളാഞ്ചേരി റോഡിൽ കയറിയിട്ട് ഒരു 200-150 മീറ്റർ ഡിസ്റ്റൻസ് പോന്നാൽ ആണ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നെസ്റ്റിയോ എന്നാണ് പേര്. നെക്സ്റ്റ് ആണ് നമുക്ക് മാപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ഇനി ഗിഫ്റ്റ് കൊടുക്കാനാവട്ടെ, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആവട്ടെ, ഡെക്കറേഷൻ ആവട്ടെ, എന്തിനാവട്ടെ, ഫ്രെയിം, പ്ലാന്റ്സ്, അതുപോലെ മെറ്റൽ വർക്ക്, ക്ലോക്ക്, പോട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ മതി. ഇനി എന്തെങ്കിലും കൊറിയർ ത്രൂ അയക്കണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവും, അവർക്കെങ്കിലും ഉപകാരപ്പെട്ട് മറ്റു വീണ്ടും കാണാം. അതുവരേക്കും ബൈ.